ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജനറൽ ഗൈഡൻസ് നോക്കാം. ഈ ഒരാഴ്ച ഇന്ന് സൺഡേ അല്ലേ, ഈ ഒരാഴ്ച എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫിൽ എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇത് ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുക. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ്, സെക്കൻഡ് കാർഡ് 4 ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ്. നമുക്കതിനൊരു ക്ലാരിറ്റിയും കൂടി നോക്കാം. 5 ഓഫ് സോർഡ്സ്, 8 of swords, death card, 10 of wands, 6 of swords. അത് കിട്ടിയിരിക്കുന്ന 3 of cups ആണ്. ഇതൊരു ആഘോഷത്തിൻ്റെ കാർഡാണ്. ഫ്രണ്ട്സുകൾ തമ്മിൽ കൂടിച്ചേരാനും നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനും എൻജോയ് ചെയ്യാനും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വളരെ കാലമായി കാണാത്ത ആളുകളായിരിക്കും, കൂടെ പഠിച്ചവരോ ഒന്നിച്ച് ജോലി ചെയ്തവരോ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലിയിൽ എന്തെങ്കിലും ഒക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൂടിച്ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന 5 ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു ചതി പറയാം. ചതി എന്നല്ല, ചിലപ്പോൾ സ്വന്തം കാര്യം നോക്കുന്ന ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് മുഷിയേണ്ടി വരികയോ, സ്വന്തം കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് മുഷിയേണ്ടി വരികയോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് 6 ഓഫ് കപ്സ് ആണ്. ഇത് നമ്മുടെ മുൻപുണ്ടായിരുന്ന പഴയ കൂട്ടുകാരെ കാണാനുള്ള സാധ്യതയുണ്ട്. പഴയ ഒന്നിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ പണ്ട് ഒരുമിച്ചുണ്ടായിരുന്ന കസിൻസോ അല്ലെങ്കിൽ അങ്ങനെ അകലെ ഉണ്ടായിരുന്നവരെ കൂട്ടിമുട്ടാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഇതിൽ അതിൻ്റെ ക്ലാരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. അതിൽ നമ്മൾ സ്വയം ചിലപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇതാവാതെ സ്വയം ബന്ധിതനാവുന്നൊരവസ്ഥ, ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ അങ്ങനെ ചിലപ്പോൾ വിഷമിക്കുന്ന ഓർമ്മകൾ വരുന്നിട്ടായിരിക്കാം. അതിൽ ഈ പഴയ കൂട്ടുകാരെ കാണുമ്പോൾ അതിലെന്തെങ്കിലും നമ്മൾ വേദനിക്കുന്ന ഓർമ്മകളോ വിഷമിക്കുന്ന ഓർമ്മകളോ ഉണ്ടായിട്ട് സ്റ്റക്കായി പോകുന്നൊരവസ്ഥ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് 10 ഓഫ് സോർഡ്സ് ആകുമ്പോൾ എന്തോ വേദനകളും വിഷമങ്ങളും ഉണ്ടായി. നിങ്ങൾ അത് ആ വേദനകളിൽ നിന്ന് ഇനി മതി, എനിക്ക് വേദനിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് അവസാനിപ്പിക്കണം. എന്ത് പ്രശ്നമാണെങ്കിലും അത് അവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഒരു എനർജീനെ കാണിക്കുന്നത്. അതിന് അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ എന്തായാലും അത് അവസാനിപ്പിച്ചു. ഇനി അതിന് ഒരു എൻഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് വേണ്ട. ചിലപ്പോൾ നമ്മൾക്ക് വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും വിഷമിപ്പിക്കുന്നത് കുറേ കാലമായി നമ്മളെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് വേദനിച്ച് അവസാനം എനിക്കിനി വയ്യ വേദനിക്കാൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി ആൾ പുതിയൊരു മാറ്റം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് എത്തുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ബാലൻസിങ് ചെയ്യുന്നൊരവസ്ഥയാണ്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അതെന്ത് വേണമെന്നറിയാതെ അതിനെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം വരവും ചെലവും ഒക്കെ ഒരുപോലെ വന്നിട്ട് നമുക്ക് എന്ത് വേണമെന്നുള്ള അറിയാതെ നിൽക്കുന്നൊരവസ്ഥയിലൂടെ ഈ ആഴ്ച കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതിന് ക്ലാരിറ്റി ആയി കിട്ടിയ 10 ഓഫ് വാണ്ട്സ് തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാണ്. എടുത്താൽ പൊങ്ങാത്ത ഭാരം. ചിലപ്പോൾ ചില കുടുംബങ്ങളിലെ ആളുകളുണ്ട് എല്ലാം ഏറ്റെടുക്കും, എന്നിട്ട് അത് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റുള്ളവരത് അറിയൂല്ല. ഇയാൾക്ക് ഭാരം ഉണ്ടല്ലോ, ഞാനത് കുറച്ച് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടെ, അങ്ങനെ ചിന്തയുണ്ടാവില്ല. താങ്ങുന്നവരെപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കും.
പക്ഷേ അങ്ങനൊരു എനർജിയാണ്. അപ്പോൾ അത് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യാം. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസാണ് തരുന്നത്. ഇതാകുമ്പോൾ 3 ഓഫ് സോർട്സാണ്. ഇത് ഭയങ്കര ഒരു ഹൃദയവേദനയിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മൾ എന്തോ തീരുമാനം എടുത്തത് തെറ്റിപ്പോയി. ആ തീരുമാനം വേണ്ടായിരുന്നു എന്ന് ആലോചിച്ച് വേദനിക്കുന്നു. അത് സ്വന്തം മായിട്ടൊരു തീരുമാനം എടുത്തത് തന്നെയാണ്. അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്തു പോയി. അതിനെ ഓർത്ത് ഒരുപാട് വേദന സഹിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അയ്യോ കറണ്ട് പോയി അതാട്ടോ. അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത്. അതിന് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോർട്സാണ്. ഇത് എനിക്ക് വേദന വന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് ആ ഭാഗത്തുനിന്ന് ആ ഏരിയയിൽ നിന്ന് തന്നെ പോവുമായിരിക്കും. ഒന്നുകിൽ വീട് മാറുകയായിരിക്കും, അല്ലെങ്കിൽ ആ ജോലിസ്ഥലം എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോവുകയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഇത് വിട്ടു പോവുകയാണ്. അങ്ങനെ ആ സാഹചര്യം മാറ്റിയെടുക്കാം. എനിക്ക് ആ വേദന സഹിച്ച സാഹചര്യം വേണ്ട എന്നുള്ള നിലയിൽ അത് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ഉറക്കൽ മെസ്സേജ് കൂടി നോക്കാം. കൺഫെഷനാണ്. സംവൺ ഹാസ് ടു ടെൽ യു സംതിങ്. എന്തായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ, വിഷമിപ്പിച്ച ആളുകൾ അത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്നതുകൊണ്ടാണ് കാരണം, ഞാൻ ഇന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് വന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ റീഡിങ് റെസിനേറ്റ് ആവുന്നവരും ഇഷ്ടമായവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.